നമസ്കാരം. ഫലദീപിക യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഗ്രഹം ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തെ എങ്ങനെ ബാധിക്കുന്നു? ഒരു ജാതകത്തിൽ ഏതൊരു ഗ്രഹത്തിന്റെയും സ്ഥാനം ആ വ്യക്തിയുടെ മുൻജന്മ ജീവിതാവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്നു. അതനുസരിച്ച് ജാതകത്തിൽ നിങ്ങൾക്ക് ശക്തി ലഭിക്കുന്നു. അതിനാൽ ഏതെങ്കിലും ഗ്രഹത്തിന്റെ സ്വാധീനം നല്ലതോ ചീത്തയോ എന്ന് കാണിക്കുന്നതിന് ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിലെ ചില പ്രത്യേക സ്വഭാവങ്ങളും സവിശേഷതകളും സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും. നിങ്ങളുടെ ജാതകത്തിൽ സൂര്യന്റെ സ്വാധീനം. ഒരു ജാതകൻ ഊർജ്ജസ്വലനും ശുഭാപ്തി വിശ്വാസിയും കാരുണ്യവാനും ഭരണപരമായ കഴിവുള്ളവനും ഒരു ഗ്രൂപ്പിന്റെയോ സ്ഥാപനത്തിന്റെയോ തലവനും മുതിർന്നവരെ ബഹുമാനിക്കുന്നവരും ബഹുമാനം ലഭിക്കുന്നവനുമാണെങ്കിൽ ആ വ്യക്തിയുടെ ജാതകത്തിൽ ബലമുള്ളതും ഗുണയോഗപ്രദായകനുമായ ഒരു സൂര്യനുണ്ടെന്ന് മനസ്സിലാക്കാം. നേരെമറിച്ച് ആ വ്യക്തി അഹങ്കാരിയും തന്ത്രശാലിയും അക്രമാസക്തനുമാണെങ്കിൽ, മുതിർന്നവരെയും ഉന്നതരെയും ബഹുമാനിക്കുന്നില്ല എങ്കിൽ, അവരിൽ നിന്ന് ബഹുമാനം ലഭിക്കുന്നില്ല എങ്കിൽ ആ വ്യക്തിയുടെ ജാതകത്തിൽ സൂര്യന് ബലം വളരെ കുറവാണെന്ന് മനസ്സിലാക്കാം. നിങ്ങളുടെ ജാതകത്തിൽ ചന്ദ്രന്റെ സ്വാധീനം. പോസിറ്റീവും ശക്തവുമായ ചന്ദ്രൻ ജാതകന് ബുദ്ധിശക്തി, സഹിഷ്ണുത, വിശ്വാസം, തുറന്ന മനസ്സ്, പ്രവചനം, സ്നേഹം, സമാധാനം എന്നിവ നൽകുന്നു. എന്നാൽ ആ വ്യക്തിയുടെ സ്വഭാവം ചഞ്ചലമോ മടിയനോ യാഥാസ്ഥിതികനോ മനോരോഗമുള്ളവനോ ആണെന്ന് കരുതുക, അല്ലെങ്കിൽ ഉറക്കം നഷ്ടപ്പെട്ടവനാണെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ചന്ദ്രൻ ദുർബലാവസ്ഥയിലാണെന്നും ചന്ദ്രന്റെ പ്രവർത്തനത്തിന് നെഗറ്റീവ് ഊർജങ്ങൾ ഉണ്ടെന്നും മനസ്സിലാക്കണം. നിങ്ങളുടെ ജാതകത്തിൽ ചൊവ്വയുടെ സ്വാധീനം. ശക്തനും പോസിറ്റീവുമായ ചൊവ്വ ഉത്സാഹം, ധൈര്യം, ആത്മവിശ്വാസം, സംഘാടനശേഷി, ജോലി ചെയ്തു തീർക്കുവാനുള്ള കഴിവ്, സ്വാതന്ത്ര്യം, വാദപ്രതിവാദം തുടങ്ങിയ ഗുണങ്ങൾ ജാതകന് നൽകുന്നു. എന്നാൽ ക്രൂരത, ദുഷ്പ്രവൃത്തികളിൽ ഏർപ്പെടൽ, അനുസരണക്കേട്, കള്ളം പറയൽ, കുറ്റകൃത്യങ്ങൾ, അക്രമം, വ്യവഹാരം തുടങ്ങിയവ ജാതകനിൽ കാണുന്നുവെങ്കിൽ, അതായത് ചൊവ്വയുടെ ഉയർന്ന നെഗറ്റീവ് ഊർജം അവനിൽ സ്വാധീനം ചെലുത്തുന്നുവെങ്കിൽ ചൊവ്വ ഈ ജാതകത്തിൽ ബലഹീനനാണെന്ന് പറയാം. നിങ്ങളുടെ ജാതകത്തിൽ ബുധന്റെ സ്വാധീനം. വളരെ വേഗത്തിൽ പഠിക്കുവാനും ഗ്രഹിക്കുവാനുള്ള കഴിവ്, കഴിവുകൾ ഉപയോഗിക്കുവാനുള്ള കഴിവ്, പഠനത്തിൽ ശ്രദ്ധാലുവും നർമ്മബോധമുള്ളതും സംസാരത്തിലൂടെ മികച്ച ആവിഷ്കാര ശേഷിയുള്ളതുമായ വ്യക്തി ശക്തനും പോസിറ്റീവുമായ ബുധൻ എന്നാണ് അർത്ഥമാക്കുന്നത്. നേരെമറിച്ച് ജാതകൻ യുക്തിരഹിതനും ആശയക്കുഴപ്പത്തിലായ മനസ്സുള്ളവനും പക്വതയില്ലാത്തവനും സ്വപ്നലോകത്ത് ജീവിക്കുന്നവനുമാണെങ്കിൽ ബുധന്റെ ബലഹീനതയെ സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴത്തിന്റെ സ്വാധീനം. ഒരു വ്യക്തിക്ക് നല്ല മാനുഷിക ഗുണങ്ങൾ, ധാർമ്മിക പെരുമാറ്റം, ഉയർന്ന ധാർമ്മിക നിലവാരം എന്നിവയാൽ അനുഗ്രഹീതനാണെങ്കിൽ, നീതിയിൽ വിശ്വസിക്കുന്നു, ലൗകിക ജ്ഞാനം, പൊരുത്തപ്പെടുവാനുള്ള കഴിവ്, സാമാന്യ ബുദ്ധി, വിശാല മനസ്കത എന്നിവ ഉണ്ടെങ്കിൽ അതിനർത്ഥം ആ വ്യക്തിയുടെ ജാതകത്തിൽ ശക്തമായ പോസിറ്റീവ് ഊർജ്ജം നൽകുന്ന ഒരു വ്യാഴം ഉണ്ടെന്നാണ്. ഇവിടെ വ്യാഴത്തിന്റെ ഊർജ്ജം കുറവാണെങ്കിൽ മുകളിൽ പറഞ്ഞവയൊക്കെ ദുർബലമായിരിക്കും. നേരെമറിച്ച് ബലഹീനനായ ഒരു വ്യാഴമാണ് ജാതകത്തിൽ ഉള്ളതെങ്കിൽ ആ ജാതകന് ഭാഗ്യമുണ്ടായിരിക്കുകയില്ല. എപ്പോഴും ആവശ്യക്കാരായിരിക്കും, തർക്കങ്ങൾ ഉണ്ടായിരിക്കും, അമിതമായി ഭക്ഷണം കഴിക്കുന്നവനും തടിച്ചവനും യാഥാസ്ഥിതിക സ്വഭാവമുള്ളവനുമായിരിക്കും. നിങ്ങളുടെ ജാതകത്തിൽ ശുക്രന്റെ സ്വാധീനം. യോഗകാരകനും ഉയർന്ന പോസിറ്റീവ് ഊർജ്ജമുള്ളതുമായ ശുക്രൻ ഒരു വ്യക്തിയെ സൗന്ദര്യാഭിമുഖ്യമുള്ളവനും സുഖലോലുപനും വാത്സല്യമുള്ളവനും നല്ല അഭിരുചിയുള്ളവനും ചാരുതയുള്ളവനും കലാകാരനും സൽസ്വഭാവിയുമാക്കുന്നു. എന്നാൽ ശുക്രന്റെ ഊർജം പോസിറ്റീവ് ആണെങ്കിലും കുറവാണെങ്കിൽ മുകളിൽ പറഞ്ഞ സ്വഭാവ സവിശേഷതകൾ കുറഞ്ഞിരിക്കും. ശുക്രന്റെ നെഗറ്റീവ് ഭാവം അഥവാ ബലഹീനത ഒരാളെ തീവ്രനും വികാരഭരിതനും ലൈംഗികതയിലും ഇന്ദ്രിയതലത്തിലും കൂടുതൽ താല്പര്യമുള്ളവനും ഇണയുമായി പ്രശ്നങ്ങളുള്ളവനുമാക്കും. അത്തരമൊരു വ്യക്തിക്ക് കുടുംബജീവിതത്തിലും ബന്ധങ്ങളിലും അസ്വസ്ഥതകൾ ഉണ്ടാകും. നിങ്ങളുടെ ജാതകത്തിൽ ശനിയുടെ സ്വാധീനം. ഒരു ജാതകത്തിലെ ശനി പ്രധാനമായും ആ വ്യക്തിയുടെ മുൻകാലങ്ങളിലെ എല്ലാ നല്ലതും ദോഷകരവുമായ പ്രവർത്തനങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. ഉയർന്ന ഊർജത്തിൽ യോഗകാരകനായ ശനി ആ വ്യക്തിയെ നീതിമാനും ന്യായയുക്തവുമായ കർമ്മങ്ങൾ ചെയ്യുവാൻ പ്രേരിപ്പിക്കും. മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ശീലങ്ങൾ ഒഴിവാക്കും. ദീർഘായുസ് നൽകും. നല്ല വിധിയോടെ, മികച്ച ഏകാഗ്രതയോടെ നയപരമായി പെരുമാറും. എന്നാൽ ബലഹീനനായ നെഗറ്റീവ് ഊർജമുള്ള ശനി ജാതകന് അപമാനം, ദാരിദ്ര്യം, കടം, ദുഃഖം, വൈരൂപ്യം, അധികാരികളിൽ നിന്നുള്ള ശിക്ഷകൾ എന്നിവ നൽകുന്നു. ഓരോ ജാതകത്തിലെയും ഗ്രഹസ്ഥിതി വ്യക്തിയുടെ മുൻജന്മങ്ങളിലെ കർമ്മഫലങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഹരിയം.